എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി മേഖലയിൽ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചാമക്കുന്ന്, നെല്ലിക്കല്ലടി, പനഞ്ചോല ഭാഗങ്ങളിലാണ് വ്യാഴാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം എത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ബുധനാഴ്ച രാത്രിയെത്തിയ കാട്ടാനക്കൂട്ടം വ്യാഴാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത്. ചാമക്കുന്ന്, നെല്ലിക്കല്ലടി, പനഞ്ചോല ഭാഗങ്ങളിലായി നിരവധി വാഴകൾ, പച്ചക്കറികൾ എന്നിവയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. തെക്കേമുക്കിൽ ചന്ദ്രൻ, ഹംസ തോണിക്കര, അയ്യപ്പൻ കിഴക്കുംപുറത്ത്, ചാമി തോണിക്കര എന്നിവരുടെ കൃഷികളാണ് നശിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചുള്ളിയോട് ഭാഗങ്ങളിലും കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വരുത്തിയിരുന്നു. കാടിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്നതായാണ് നാട്ടുകാർ സംശയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്ത് വന്ന് കണ്ട് കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ അവസാനം വിളവെടുക്കുമ്പോഴാണ് അവർക്ക് കാർഷിക മേഖല തന്നെ ആദ്യം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ ഇതിനൊക്കെ തയ്യാറായി ഈ മേഖലയിൽ വന്ന് കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ആദായം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്ത് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആനുകൂല്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്ക് അർഹിച്ച ആനുകൂല്യം പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷ കൊടുത്തത് പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി സഹായം, ഈ കുടുംബങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള ശ്രമമാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA-യോടും ഈ കാര്യങ്ങൾ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇതിനാവശ്യമായുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.